കേട്ടിയോടത്ത് സൊറ പറയാം. ഒരു സാധാരണ കുടുംബത്തിൽ ജനനം. തൻ്റെ 7ാം ക്ലാസ് മുതൽ തൻ്റെ ഉപ്പയും താൻ പഠിക്കുന്ന സ്കൂളിലെ അധ്യാപകരും തന്നിലുള്ള കഴിവ് തിരിച്ചറിഞ്ഞ് ഇപ്പോൾ 10ാം ക്ലാസ്സിൽ നിൽക്കുന്ന സമയത്ത് ഒരുപാട് മെഡലുകൾ വാരിക്കൂട്ടിയ, നമ്മളെപ്പോഴും സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മുഖമുണ്ട്. നമ്മൾ ലൈക്ക് അടിക്കാതെ മറന്നുപോയ മുഖം. അത്തരത്തിൽപ്പെട്ട ഒരാളാണ് ഇന്ന് ഗസ്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ രസകരമായിട്ട് ആളോടൊന്ന് ചോദിക്കാം അല്ലേ. ഹായ്, എൻ്റെ ഒരു ഫാദർ. എൻ്റെ വീട് എടത്തനാട്ട് പൊൻപാറ വരുന്നത്. ഞാൻ എടത്തനാട്ട് സ്കൂളിൽ പഠിക്കണേ, 10ൽ പഠിച്ചണേ. ഞാൻ സ്കൂളിൽ 7ാം ക്ലാസ് മുതലാണ് സ്പോർട്സിൽ പങ്കെടുത്തത്. അങ്ങനെ പങ്കെടുത്തു, ഫസ്റ്റ് സെലക്ഷൻ കിട്ടി. അങ്ങനെ സ്റ്റേറ്റ് പോയി. അതിൽ പിന്നെ സ്റ്റേറ്റ് വരെയുള്ളൂ കിട്ടിയത്. പിന്നെ അടുത്ത കൊല്ലം അങ്ങനെ പങ്കെടുത്തു. അങ്ങനെ സ്റ്റേറ്റ് ജില്ലാ പോയി പോന്നു. പിന്നെ ഇപ്പോൾ അടുത്ത 9 ആയിട്ട് പോയി സ്റ്റേറ്റ് നാഷണൽസ് അങ്ങനെ പോയി. പിന്നെ 10 പോയി. ഇനിയിപ്പോൾ അടുത്ത് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഒറീസയിൽ വെച്ചിട്ട് മത്സരം നടക്കണേ. നിൽക്ക് ഫാദിലെ, എന്ത് പോക്കാണ് ഈ പോണത്? നമുക്ക് കുറേശ്ശെ പറയും. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാണ്ട്, നീ ഒറ്റയടിക്ക് പറഞ്ഞ് തീർക്കുകയാണ്. നമുക്കേ ആദ്യം ഇപ്പം അടുത്ത് പോയ മത്സരീനങ്ങൾ ഏതൊക്കെയാണ്? ഞാൻ ഇപ്പം അടുത്ത് പോയിട്ട് നാഷണൽസ് പോയിരുന്നു. അതിലിപ്പോൾ 100 ലോങ് ജമ്പ് എടുത്തിന്. 100 മീറ്ററിന് ഫസ്റ്റും ലോങ് ജമ്പിന് സെക്കൻഡും ഉണ്ടായിന്. അതിൽ മെഡലുകൾ കിട്ടിയോ? ഏതൊക്കെ ഇനങ്ങളിലാണ് മെഡലുകൾ കിട്ടിയത്? എന്തൊക്കെ മെഡലുകളാണ് കിട്ടിയത്? ഇപ്പോൾ 100 മീറ്ററിൽ ഫസ്റ്റ് ഗോൾഡ് മെഡൽ കിട്ടി. പിന്നെ ജമ്പിങ്ങിൽ വെള്ളി മെഡലും കിട്ടി മധ്യപ്രദേശ് പോയപ്പോൾ. ഇനിയിപ്പോൾ അടുത്ത പിന്നെ ഒറീസയിൽ വെച്ചിട്ട് മത്സരം. അതിന് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകൂടിയുള്ള കളിയില്ല. ദേശീയ തലത്തിൽ, അന്തർദേശീയ തലത്തിലുള്ള കളികൾ മാത്രമാണ് അത് ചെയ്യുന്നത്. എന്തായാലും അടിപൊളിയായി. പോകുന്ന മത്സരങ്ങളിലൊക്കെ തൻ്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിക്കുകയും അതോടൊപ്പം തന്നെ ഗോൾഡ് മെഡലുകൾ വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നമ്മുടെ നാട്ടിലുള്ള ഇതുപോലുള്ള ഒരുപാട് കലാപരമായിട്ടും പിന്നെ സ്പോർട്സ് പരമായിട്ടൊക്കെ ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ശരിക്കും നമുക്കിങ്ങനെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ വലിയൊരു സംഭവമായി മാറും. എന്തായാലും ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ആരൊക്കെയാണ്? ഇപ്പന്നെ പറഞ്ഞില്ലേ, ഇപ്പോൾ സപ്പോർട്ടൊന്നു ജിവൈക്ക് പരിപാടിക്കെല്ലാം പോയിട്ട് അങ്ങനെ എനിക്ക് അറിയണ്ട്. പരിപാടിക്ക് ഓരോന്ന് പോയി പങ്കെടുത്തു. അങ്ങനെ കിട്ടുന്നത് തോന്നിയപ്പോൾ പിന്നെ ഇങ്ങനെ പോലെ അടുത്ത പരിപാടിക്ക് ഓരോന്നിട്ട്. വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എന്ത് പരിപാടിക്കും വേണം. അല്ലെങ്കിൽ ഒക്കെ റോങ് ആയിട്ടാണ് പാരൻസ് പറയാം. അതൊക്കെ നമ്മൾ വീട്ടിൽ നിന്നുള്ള ഇത് മാത്രം പോരാ, സപ്പോർട്ട് മാത്രം പോരാ. നമ്മൾ പഠിക്കുന്ന ഇടങ്ങളിൽ ഒരു സപ്പോർട്ട്, ഒരു കോച്ച്, അത് ചെയ്യ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നന്നാവും എന്ന് പറയുന്ന ഒരാൾ വേണം. അല്ലെങ്കിൽ ഒരുപാട് പേര് വേണം അധ്യാപകരായിട്ടുള്ളത്. അവർ ആരെങ്കിലും അറിയോ? ആരൊക്കെയാണ് അവർ? കോച്ച് പറഞ്ഞാൽ പിന്നെ കാർത്തിക് മാഷ്, നമ്മൾ എടുത്തിട്ടുണ്ട് സ്കൂളിൽ തന്നെ അടിപൊളി മാഷാണ്. പിന്നെ നമുക്ക് പിന്നെ കൃഷ്ണൻകുട്ടി മാഷാണ്, അതിൻ്റെ വീട് തന്നെ നമ്മൾ ചളവ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട് മാഷ്. ആ മാഷ്മാരൊക്കെ അത്യാവശ്യം നല്ല രണ്ട് മാഷ്മാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ആയപ്പോൾ വെച്ച് ഈ ക്യാമ്പിനായിട്ട് സ്ഥിരം പോകേണ്ടി വരും. പിന്നെ അങ്ങനെ പോയപ്പോൾ നമ്മൾ അതിൻ്റെ കല്ലടി സ്കൂൾ അറിയാം, മണർക്കാട് കല്ലടിയിലായിട്ടാണ് ഇപ്പോൾ ക്യാമ്പിന് നിലവിൽ പോയിക്കൊണ്ടിരിക്കണേ. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വ്യക്തിപരമായിട്ട് ഒരുപാട് കഴിവുകൾ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ഈ എടത്തനാട്ടുകര. നല്ല കഴിവുള്ള കുട്ടികളുണ്ട്. പാരൻസും നല്ല സപ്പോർട്ടുള്ളതാണ്. പക്ഷെ പിന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ കൊണ്ട് ശരിക്കും അങ്ങനെ സ്റ്റക്കായി പോവാറാണ്. സാമ്പത്തികം പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പറഞ്ഞു മണ്ണാർക്കാട് പോയി അല്ലെങ്കിൽ പുറത്തെവിടെയൊക്കെ പോകുന്ന സമയങ്ങളിലൊക്കെ ഫണ്ട്, സാമ്പത്തികത്തിന് എന്താണ് ചെയ്യാറ്? ആരാണ് സഹായിക്കാറ്? പരിപാടിക്ക് പോകുമ്പോൾ സ്കൂളിൽ നിന്ന് അതിന് മുന്നേ പോയപ്പോൾ ഒരു സംഖ്യ കിട്ടി. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫണ്ട് കിട്ടി സ്കൂളിൽ നിന്ന്. അതുകൊണ്ട് അതിൽ പോയി പോന്നു. അത്യാവശ്യം പിന്നെ നമ്മളെ കാര്യമൊന്നും ഇറക്കിയിട്ട് നമ്മൾ പോയി പോന്നു. എൻ്റെ അപ്പനെ ഒരു ഫൈസലാണ്, പരമാവധി ആൾക്കാർ അറിയുണ്ടാവും. എൻ്റെ അപ്പ ടിപ്പറും ബസ് മേലെ പോകുന്ന ഡ്രൈവറാണ്. ഇതിന് മുന്നേ ബസ്സുമേയും ടിപ്പറുമേയും ലോറിമേലെ പോയിന് ആളിന്. അപ്പം സ്വന്തമായിട്ട് സൗണ്ട് കൊടുത്തിരിക്കണം. TK സൗണ്ട് കൂടിയാന്ന പേര്. നമ്മൾ സൗണ്ട് അറ്റ ഈ അഗ്രി അറിയോ, അഗ്രി ഏജൻസി, അവിടെ വെച്ചാൽ തുടത്തിങ്ങനെ. ഞാനും പോക്കുന്ന പരിപാടിക്ക് അങ്ങനെ ഇപ്പോൾ കുഴപ്പമില്ലാതെ പോയി പോകണം. എന്തായാലും ഒരു 10-15 മെഡലിലേക്ക് ഉണ്ടാവും, ഗോൾഡും വെള്ളി ഇതിലായിട്ട്. അപ്പോൾ ഒരുപാട് മെഡലുകൾ വാങ്ങി കൂട്ടിയിട്ടുണ്ട് അല്ലേ? ഞാൻ പോസ്റ്ററൊക്കെ കാണാറുണ്ട്. അടിപൊളിയായി, ഉഷാറായി. ഈ മെഡലുകളൊക്കെ വാങ്ങി വരുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കൂളിലൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ക്ലബ്ബുകളിലൊക്കെ എന്തെങ്കിലും പരിപാടിക്ക് വിളിക്കാറുണ്ടോ? അനുമോദനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വിളിച്ചിട്ടുണ്ടോ? കുഴപ്പമില്ല, ക്ഷണിക്കലുണ്ട്. പിന്നെ മൊമെൻറ്റോ ഇതെല്ലാം അസംബ്ലിക്കായിട്ട് സ്കൂളിലാണെങ്കിലും പിന്നെ നാട്ടിലാണെങ്കിൽ ഫ്ലക്സ് വെച്ചിട്ടും അവിടെ നിന്നാണെങ്കിൽ ട്രോഫി വന്നിട്ട് ചെയ്യലുണ്ട്. ഇത് ഇങ്ങനെ മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടോ ഈ സ്പോർട്സ് പരമായിട്ട്? അതെന്തെങ്കിലും വേറെ മറ്റെന്തെങ്കിലും പ്ലാൻ ഉണ്ടോ മനസ്സിൽ? വേറെ എന്തിനേലേക്ക് തിരിയണം എന്നുള്ള?
ആ താല്പര്യമുണ്ട്. ഇത് നിർത്താൻ താല്പര്യമില്ല. എന്താണെങ്കിലും ഇപ്പം സ്പോർട്സ് ഇട്ടൊരു പരിപാടി അയക്കൂല. ഫസ്റ്റ് സ്പോർട്സിന് മാത്രം ഇപ്പോൾ പറഞ്ഞേക്കാം, പിന്നെ എന്ത് പരിപാടിക്കും കൂട്ടയക്കുക. ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ മറന്നു കേട്ടോ. ഉപ്പാനെ കുറിച്ചാണ് ചോദിച്ചത്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അവരൊക്കെ എങ്ങനെയാണ്, സപ്പോർട്ടുണ്ടോ? അതോ അവർക്കൊക്കെ ഇതേപോലുള്ള സ്പോർട്സ് പരമായിട്ടുള്ള കഴിവുകളുണ്ടോ? വീട്ടിൽ അനിയുണ്ട്, അനിയത്തിയുണ്ട്, പിന്നെ ഉപ്പുണ്ട്, ഉമ്മ. അനിയത്തി അത്യാവശ്യം കുഴപ്പമില്ല, പാട്ടുകൾ പാടും. അനിയനെ വെച്ചാലും കുഴപ്പമില്ല, രണ്ടാളും അടിപൊളിയാണ്. നമുക്കൊരു ദിവസത്തെ രാവിലെ മുതലുള്ളതെന്ന് അറിയാലേ. എങ്ങനെയാണ് നിൻ്റെ രാവിലത്തെ തുടക്കം? എന്തൊക്കെ പ്രവർത്തനത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്? ഞാൻ 4 മണിക്ക് നീച്ചു രാവിലെ. എന്നിട്ട് രാവിലെ നീച്ചിട്ട് കുളിച്ചലും മാറ്റലും ചാടിക്കലൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും ഒരു 5:40 കഴിച്ചെല്ലാം കഴിച്ച് നാട്ടിൽ ഇങ്ങോട്ട് കൊടപ്പള്ളിക്ക് വരും. ഇവിടുന്ന് ബസ് കയറും. പിന്നെ നേരെ മണ്ണാർക്കാട് എത്തും. ക്യാമ്പിൽ ഇറങ്ങുകയും ചെയ്യും. ക്യാമ്പ് കഴിഞ്ഞ് പിന്നെ നേരെ 8 മണിയാകുമ്പോൾ കിടന്ന് സ്കൂൾ ക്യാമ്പ് കഴിച്ചാൽ നോക്കും പരമാവധി. പിന്നെ ബസ് കയറി ഇങ്ങോട്ട് എത്തും. പിന്നെ ഇവിടുന്ന് എന്തായാലും മോർണിംഗ് നമുക്ക് ക്ലാസ് കയറണം. അപ്പോൾ ക്ലാസ് കയറി ഇറങ്ങും. പിന്നെ സ്കൂളിൽ നിന്ന് 2:30 ആകുമ്പോൾ പിന്നെ സ്കൂളിൽ നിന്ന് പിന്നെ ഇറങ്ങും. 2:40 ഇറങ്ങും. പിന്നെ 40 പിന്നെ നേരെ മണ്ണാർക്കാട് പിന്നെയും പോവും. പിന്നെയും തിരിച്ച് ഇങ്ങോട്ട് 5 മണിക്ക് തിരിച്ച് വരും. ഇതൊക്കെ ആരാണ്? കോച്ച് ആരങ്ങളത്? അവിടെ രാമേന്ദ്ര മാഷ് എന്നറിയാം. നമ്മളെ അത്യാവശ്യം അടിപൊളി മാഷാണ്. തിരുവനന്തപുരം വീട് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത അടിപൊളി മാഷാണ്. എല്ലാവരുടെ സപ്പോർട്ടുമാണ്. അവിടെ എന്തായാലും ഒരു 10-25-30 കുട്ടികൾ മേൽക്കുണ്ടാവും. അവിടെ പരമാവധി ഞാൻ മാത്രമേ പുറത്തുനിന്ന് വരുന്നത്. ബാക്കി ഫുള്ള് പിന്നെ ഹോസ്റ്റലിലത്തെ കുട്ടികളാണ്. പിന്നെ മാഷിനടുത്ത് പിന്നെ പോലീസിൻ്റെ കുട്ടികളും വരുന്നുണ്ട്, മിലിറ്ററിയിലെ കുട്ടികളെല്ലാം വരുന്നുണ്ട്. ക്യാമ്പ് എടുക്കാനായിട്ട് സാറിനടുത്ത് വരുന്നുണ്ട്. കോച്ചിങ്ങിന് ഇപ്പോൾ നമ്മുടെ നാട്ടിലില്ല. അതാണ് പിന്നെ ഇപ്പോൾ ഇടങ്ങാറായിട്ട് നമ്മൾ മണ്ണാർക്കാട്ട് പോകണേ. സ്പോർട്സുമായി ബന്ധപ്പെട്ടിട്ട് ശരിക്ക് എല്ലാവർക്കും വേണ്ടത് ഭക്ഷണം അല്ലേ? ഭക്ഷണക്രമം, പഞ്ച്വാലിറ്റി, ഇതൊക്കെ കറക്റ്റായിട്ട് വേണം. അപ്പോഴേ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ഏത് പരിപാടിയാണോ അതിലൊരു സക്സസ്ഫുൾ നമുക്ക് കിട്ടുള്ളൂ. ഭക്ഷണ രീതിയൊക്കെ എങ്ങനെയാണ്? ഞാൻ ചായ പരമാവധി അങ്ങനെ കുടിച്ചില്ല. പഴം ജ്യൂസ് അടിച്ച് കുടിച്ചില്ല പരമാവധി, അതിനകത്തുള്ളൂ. പിന്നെ ഞാൻ പ്രോട്ടീൻ എന്തെങ്കിലും കഴിക്കും. ഇപ്പം നിങ്ങൾ കേരളത്തിന് പുറത്ത് ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്ന സമയത്ത് ആരാണ് ഒപ്പം കൂടെ പോരാറ്? നമുക്ക് പിന്നെ പാലക്കാട് നിന്ന് പിന്നെ ഇപ്പോൾ മാഷുണ്ട്, രതീഷ് മാഷ് അറിയും. മാഷിന് റിസ്ക്കില്ല. മാഷ് പരമാവധി നമ്മൾ പിന്നെ സ്പോർട്സിന് പോകല്. മാഷിൻ്റെ പൈസ എടുത്ത് മാഷിൻ്റെ കുട്ടികളെ പോലൊക്കെ മാഷ് പോകല സ്പോർട്സിന്. മാഷിന് പിന്നെ അപ്പോൾ മാഷ് എല്ലാ പേപ്പറും ക്ലിയർ ആയി തന്ന് സ്പോർട്സിന് എല്ലാത്തിനും പിന്നാലെ നിന്നിട്ട് സഹായിച്ചതിന് മാഷാണ്. മാഷിപ്പോൾ 7 മുതൽ ഇപ്പോൾ പോകലെടുത്തിട്ട് ഇപ്പോൾ 2-3 കൊല്ലമായി മാഷ് പോകലപ്പോൾ എൻ്റെ പിന്നാലെ പോകലെടുത്തിട്ട്. ഇനി 10 കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ഫ്യൂച്ചർ വരാൻ കിടക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഇതിൽ നിന്ന് വേറെന്തെങ്കിലും ജോലിപരമായിട്ട് പോകണമെന്നോ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? നമുക്ക് പിന്നെ ഞാൻ കരുതിയിരിക്കണേ ഇപ്പോൾ ഗവൺമെൻറ് ജോലിക്ക് എന്തെങ്കിലും കൊടുക്കാനായിട്ട് +2 കഴിഞ്ഞിട്ട് എഴുതിയിരിക്കണേ. ഒരിത് ആയിട്ടില്ല. എന്നാലും നമുക്ക് ഗവൺമെൻറ് ജോലി പരമാവധി ശ്രദ്ധിക്കണേ. സർട്ടിഫിക്കറ്റ് ഉണ്ട്, നമ്മളത്തെ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടാകുകൊണ്ട് ഗവൺമെൻറ് ജോലി പരമാവധി കിട്ടും. സ്റ്റേറ്റ് നാഷണൽസിലൊക്കെ കളിച്ചിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അങ്ങനെയായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഒരു ജോലിക്ക് എന്തായാലും ഇതുണ്ട്. നേരത്തെ 10ാം ക്ലാസ്സിൻ്റെ ഒരു കാര്യം പറഞ്ഞു. ഇപ്പോൾ 10ാം ക്ലാസ്സിലാണ്, എക്സാം അടുത്തു. ഈ മത്സരങ്ങൾക്കൊക്കെ പോണ സമയത്ത് ക്ലാസ് ടീച്ചറാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മറ്റ് അധ്യാപകരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലെ ഫ്രണ്ട്സിൻ്റെ കൂട്ടായ്മയാണെങ്കിലും അവരൊക്കെ ഈ പോയ സമയത്ത് ക്ലാസ്സുകൾ മിസ്സാവുമ്പോൾ അതിനെന്തെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്തു തരാറുണ്ടോ? നമ്മളെ ക്ലാസ് ടീച്ചർ ധന്യ ടീച്ചർ അറിയും. കോട്ടപ്പള്ള ഇപ്പോൾ താമസിക്കണേ. ടീച്ചർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത അടിപൊളി സപ്പോർട്ടാണ് ടീച്ചർ. ക്ലാസ് ടീച്ചറാണ് മാത്സ് എടുക്കണേ. പിന്നെ ക്ലാസ്സിലെ ഫ്രണ്ട്സ് ആളുണ്ട്, കുഴപ്പമില്ല. എന്തിനി നമ്മൾ സ്പോർട്സിന് പോയി വന്നിട്ട് ആണെങ്കിലും ഹോംവർക്ക് ഉണ്ടെങ്കിലും അത്യാവശ്യം എഴുതാനുണ്ടാവും. അതിനാണെങ്കിൽ സപ്പോർട്ട് ചെയ്തിട്ടാണെങ്കിൽ തുണക്കാരന്മാരുണ്ട്. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ പക്ഷേ ഓലെ എഴുതിയിട്ട് സഹായിച്ചൊക്കെ ചെയ്യും. അങ്ങനത്തെ തുണക്കാരന്മാരുണ്ട്. ഇനി അടുത്ത് വരാൻ പോണ മത്സരം ഏതാണ്? ഇനിയിപ്പോൾ അടുത്ത് വരുന്ന മത്സരം 10ാം ക്ലാസ്സിലെ ലാസ്റ്റത്തെ മത്സരമാണ്. പിന്നെ ചോറീസിൽ വെച്ചിട്ട് മത്സരം വരുന്നത്. ഇതിനപ്പം പരമാവധി ക്യാമ്പിലാണ്. ഇതിലെടുത്തിട്ട് ജയിച്ച് വരാനായിട്ട് പൂതി ഉണ്ടാണ്. പരമാവധി ഞാൻ നോക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. ക്യാമ്പിനായിട്ട് സ്ഥിരം മുടക്കാതെ പോകുന്നുണ്ട്. എന്തായാലും നേടിയെടുക്കണം എൻ്റെ പൂതി. 10ാം ക്ലാസ്സിലെ ലാസ്റ്റത്തെ മെഡലാണ്. ഇത് നേടിയെടുക്കണം. പിന്നെ നമ്മൾ അടുത്ത നാട്ടുകാരായിട്ടും എല്ലാവരും സപ്പോർട്ട് വേണമെന്ന് എൻ്റെ പൂതി. നാട്ടിലത്തെ ആണെങ്കിലും പെൺപാറയുടെയും എല്ലായിടത്തും സപ്പോർട്ടാണ് നാട്ടുകാരുടെ.